എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാനേ. എന്താണെന്ന് ചോദിച്ചാൽ 2 വാഴയ്ക്ക കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കറി വെക്കാം. 2 വാഴയ്ക്കായും പിന്നെ ഇത് കുറച്ച് വെള്ളരിക്ക അരിഞ്ഞതാണ്. 2 കൂടെ ഇട്ടൊരു കറി വെക്കാം. ആദ്യം നമുക്ക് വാഴയ്ക്ക കഴുകി വൃത്തിയാക്കി എടുക്കാം. ചെറിയ ചെറിയ കഷണങ്ങളാക്കി അരിഞ്ഞ് വെള്ളത്തിലോട്ടിടണം, അല്ലെങ്കിൽ കറുത്ത് പോകും. ഇതിൻ്റെ കറയൊക്കെ ഇളകി പോകാനാണ് വെള്ളത്തിലിടുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലോട്ടിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെള്ളരിക്കായും. പിന്നെ ഒരു പച്ചമുളക് കീറിയിടാം. ഒരു തക്കാളി അരിഞ്ഞിടാം. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. ഇത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കാമേ. കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, ഒരിച്ചിരി സവാള, പിന്നെ ശകലം ജീരകം ഇത്രയിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാമേ. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വാഴയ്ക്കായും ഒക്കെ വെന്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഉപ്പിട്ടില്ലായിരുന്നേ. എൻ്റെ വാഴയ്ക്ക വെന്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിക്കാമേ. ഇവിടെ ഉപ്പിൻ്റെ നീരാണ് ഒഴിക്കുന്നത്. കല്ലുപ്പിട്ടിട്ട് അതിൻ്റെ നീരാണ് ഒഴിക്കുന്നത്, പൊടിയല്ല. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഇനി നമ്മൾ അരച്ചില്ലായിരുന്നോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇച്ചിരി ഉലുവാപ്പൊടിയാണ് ഇട്ടത്, ഒരു നുള്ള. നമുക്ക് കടുക് വറുത്തൊഴിക്കാമേ. ചോറിനൊരു കറിയായി. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.